ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾക്ക് ദേശീയ തലത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയാണോ? ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നത എന്ന രൂപത്തിൽ പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി പ്രസംഗങ്ങൾ തർക്കത്തെ ആ രൂപത്തിലാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല സ്മൃതി, ഇന്ന് നമ്മുടെ ചർച്ച തന്നെ ഇന്ന് നടന്ന 102 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയം ശരി തന്നെ. സത്യത്തിൽ ഈ വിഷയം സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ചർച്ചയ്ക്ക് പാത്രീഭാവം ആകേണ്ട അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണോ? തെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം കേരളത്തിൽ ബാക്കി നിൽക്കുക. വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ചില കാര്യങ്ങൾ പറയുന്നു. ഇത് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ട് 7 ദിവസം മുമ്പ് പറയുന്നു? ഇന്ന് അദ്ദേഹം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പഴയ പേരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടു. ഇവര് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയിലില്ലായിരുന്നു. സ്മൃതി, ഇത് വളരെ കൃത്യമാണ്. ഇന്ന് നടന്ന 102 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ടുകളും മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണ്. അത് കേരളത്തിലുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം വളരെ മനഃപൂർവ്വമായി നമുക്കറിയാം. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സമ്പത്തുണ്ട്, കോൺഗ്രസിന്റെ നേതാവുണ്ട്. എനിക്ക് ഇവരോട് 1-2 ചോദ്യമേ ചോദിക്കാറുള്ളൂ. അതിന് മറുപടി പറഞ്ഞാൽ മതി. അവർ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ്, ചർച്ച കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ്. ഒന്നാമത്തെ ഒരൊറ്റ ചോദ്യം. വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവര് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസിനും ശ്രീ രാഹുൽ ഗാന്ധിക്കും, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കാനാണെന്നാണ് പറയുന്നത്. തോപ്പിച്ച് ഡൽഹിയിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കില്ല എന്ന് ശ്രീ സമ്പത്തിന് പറയാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചോദ്യം. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ജയിച്ചു പോയാൽ ഡൽഹിയിൽ ചെന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ ഞങ്ങൾ കൊടുക്കില്ല എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? അപ്പൊ ഇത് ആരെ കാണിക്കാനാണ്? ആരുടെ കണ്ണിൽ പൊടിയിടാനാണിത്? കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് ഇവർ ധരിക്കുന്നത്. ശ്രീ ഷാജി രാഘവൻ, അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ശ്രീ ഷാജി രാഘവൻ, ഇവിടെ നിങ്ങൾ കക്ഷിയേ അല്ല, ഇവിടെ പോരാട്ടം കോൺഗ്രസും CPM തമ്മിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അല്ല, അത് സ്മൃതി പലപ്പോഴും ചാനലിലിരുന്ന് നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ കക്ഷികളല്ലെന്ന് പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ടയുണ്ട് സ്മൃതി, അത് നിങ്ങൾ കയ്യിൽ വെക്കുക. ഞങ്ങൾ എങ്ങനെ കക്ഷിയല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ 7-ാം നാൾ മുമ്പിൽ ഞങ്ങൾ കക്ഷിയല്ലെന്ന് സ്മൃതി ചാനലിന്റെ തുടക്കത്തിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ വെഹിമന്റായി അതിനെ എതിർക്കും. ഇതിനു മുമ്പും ഞാൻ അവരുടെ നിലപാടായിട്ടാണ് പറഞ്ഞത്. ശ്രീ ഷാജി രാഘവൻ, ഈ വിഷയം ഇന്നലെയും ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഞാൻ അതുകൊണ്ടാണ് സ്മൃതിയോട് ചോദിച്ചത്. ഇന്ന് ഈ വിഷയം നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് പോലും ഈ വിഷയങ്ങൾ നിങ്ങൾ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് സ്മൃതി. എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് വരെ നിങ്ങൾ BJP ഈ സംസാരത്തൊന്നുമല്ല എന്നല്ലേ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തില് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗമേ അല്ല, ഒരു വിഷയമേ അല്ല നിങ്ങൾ ചിത്രത്തിൽ ഇതുവരെ ഇല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ ഷാജി രാഘവൻ. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പോരാട്ടം LDFും UDFും തമ്മിലാണ് എന്ന് അവർ തന്നെ പറയുന്നു. അതല്ല ഞാനൊരു ചോദ്യം 2 മുന്നണികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ട് ചർച്ച വഴിമാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ വളരെ ജെന്യുവിനാണ്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്, വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെതായ MP വയനാട്ടിലെ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുക. വടക്കന്ന് നിന്നാൽ ജയിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, സ്വന്തം കൊടി പോലും വയനാട്ടിൽ ഉയർത്താൻ സാധിക്കാതെ ഒരു ഘടകകക്ഷിക്ക് മുമ്പിൽ മുട്ടുമടക്കി നിന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്നും ജയിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MP ജയിച്ചു പോയാൽ അവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ ചർച്ചയ്ക്ക് അർത്ഥമുണ്ട്. അതിന് പകരം അദ്ദേഹത്തിന്റെ പഴയ ചില പേരുകൾ ഇവരെന്തിനാ ഇപ്പൊ ഈ വിഷയം എടുത്തിടുന്നത്? വളരെ മനഃപൂർവ്വമായി കേരളത്തിലും ജനങ്ങൾ വളരെ കൃത്യമായി ചിന്തിക്കുന്നുണ്ട് സ്മൃതി. എന്താ, ഇവര് 2 പേരും അവരുടെ അഴിമതി നിറഞ്ഞ നേതാക്കന്മാര്. പണ്ട് CPMന് കുറച്ച് ഭേദമായിരുന്നു. CPMൽ അഴിമതിയില്ലാത്ത നേതാക്കന്മാരുണ്ടെന്നൊക്കെ കേരളം ധരിച്ചിരുന്ന ഒരു കാലമുണ്ട്.
ഇന്ന് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ ഘടകകക്ഷി നേതാക്കൾ പോലും ജയിലിൽ കിടന്നവനും ജയിലിലേക്ക് പോകുന്നവനും കെജ്രിവാളിനെതിരെ വന്നപ്പോൾ നിങ്ങളൊക്കെ ചർച്ച ചെയ്തത് എന്താ? രാഷ്ട്രീയ വിരോധമാണെന്നല്ലേ പറഞ്ഞത്? കോടതിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടോ? കോടതിക്ക് രാഷ്ട്രീയ വിരോധം ഉണ്ടോ സ്മൃതി? ഉണ്ടോ? അപ്പൊ ഷാജി രാഘവൻ ഈ PMLA ആക്ട് പ്രകാരം എങ്ങനെയൊക്കെ കോടതി ഇടപെടും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഏത് സമയത്ത് കേസെടുക്കുന്നു, എന്തിന് കേസെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. നമുക്ക് ഇനിയിപ്പോൾ കേജ്രിവാളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല. നമ്മൾ രാഹുൽ പിണറായി തർക്കമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ പുതിയ എന്താ പറയാ ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പൊറോട്ട് നാടകം തന്നെയാണ്. കേരളത്തിലെ സാമാന്യ അല്ലെങ്കിൽ 7 ദിവസം മുമ്പാണോ മുഖ്യമന്ത്രിക്ക് ഈ തോന്നൽ വന്നത്? ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ നിലപാട് യെച്ചൂരിക്കുണ്ടോ? ഡൽഹിയില്, കോയമ്പത്തൂര് ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ശരി, തമിഴ്നാട്ടിലെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അല്ലല്ല, ശരിയല്ല. ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നിങ്ങൾ അസ്വസ്ഥരാവല്ലേ? ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഈ കേരളം വിട്ടാൽ ഈ സമ്പത്തിനോ മുഖ്യമന്ത്രിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഈ നിലപാടുണ്ടോ? അപ്പൊ കേരളത്തിൽ ഇവർ ഈ നിലപാടെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് 7 ദിവസം മുമ്പ് ഈ നിലപാടെടുക്കുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം അല്ലെങ്കിൽ ഇവരുടെ ഈ കള്ളത്തരം വങ്കത്തരം, കേരളത്തിൽ ഇവർ പരസ്പരം മത്സരിക്കുന്ന ഈ വങ്കത്തരം കൃത്യമായിട്ട് കേരളം തിരിച്ചറിയും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം ജനങ്ങൾക്കുണ്ടെങ്കിൽ സ്മൃതി ഇടപെട്ടിട്ട് മൂന്നാമത് BJP ഒരു സംഭവം അല്ല, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കൃത്യമായ അജണ്ടയാണ്. ആ അജണ്ടയുടെ ചർച്ചയുടെ ഭാഗമാകാൻ ഞാൻ തയ്യാറാണ്. ശരി, അജണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ മുന്നണി ഇവിടെ ഏത് കാര്യത്തിലാണ് പോരാട്ടം നടത്തുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അല്ലല്ല, BJP അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതികരണം ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ഈ വിഷയത്തിൽ. എനിക്ക് എന്റേതായ നിലപാടുണ്ട്. എന്റെ നിലപാട് പറയാനുള്ള ചർച്ചയല്ലേ? അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടാതെ ഞാനൊരു കാര്യം പറഞ്ഞു, 2 ചോദ്യം ചോദിച്ചു. ആര് പറഞ്ഞു? ഞാൻ ജിൻഡോയോടും ചോദിച്ചല്ലോ. മറുപടി പറയേണ്ടതിന് പകരം ചർച്ചയിൽ വിളിത്തിരുത്തി ഈ മുന്നണി ഒന്നുമല്ല എന്ന് നിങ്ങൾ കേരളത്തിൽ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ അജണ്ടയാണെന്ന് ഞാൻ പറയും. കേരളത്തിൽ നിങ്ങൾ ചിത്രത്തിലേക്ക് വരട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ ശ്രീ ഷാജി രാഘവൻ. ഇത്തവണ വരുമെന്നല്ലേ പറയുന്നത്? വരുമ്പോ നമുക്ക് നോക്കാമേ. അത് സ്മൃതി അല്ലല്ലോ. അല്ല, അതിനാണല്ലോ തിരഞ്ഞെടുപ്പ്. നമുക്ക് നോക്കാം. അങ്ങനാണെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഞാനിതാ ചോദിക്കുന്നത്, രാജ്യത്ത് മുഴുവൻ ഇവരൊറ്റ മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്? എന്തുകൊണ്ട് അവർ കേരളത്തിൽ മത്സരിക്കുന്നില്ല? കേരളത്തിലെ ആ നിലപാട് എടുക്കുന്നില്ല. ആ നിലപാട് എടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കൃത്യമായ കാരണം BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വളർന്നു വരുന്ന ശക്തി. കേരളത്തിൽ ആ നിലപാട് എടുക്കാത്തതിന് കാരണമാണ് ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചത്. താങ്കൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇടതും വലതും തമ്മിലാണ് മത്സരം എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. നമുക്കതിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. ഇനി നിങ്ങൾ ഇത് തെളിയിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. സ്മൃതി ഇന്നത്തെ വിഷയം എന്തായിരുന്നു? എന്റെ വിഷയം ഇത് തന്നെയായിരുന്നു. എന്റെ വിഷയം ഇത് തന്നെയാണ്. എന്റെ അടുത്ത് പറഞ്ഞ വിഷയം അതല്ല, നിങ്ങളുടെ വിഷയം അതായിക്കോട്ടെ. ആ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി ഞാനൊരു ചോദ്യം ഉന്നയിച്ചത് സ്മൃതിയോടല്ല, ഈ പാനലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും താങ്കളുടെ ചോദ്യത്തിന് മറുപടിയുണ്ട്. അത് പറയുകയും ചെയ്യും. അവരുടെ കൂട്ടത്തിൽ ഇല്ല, അത് പറയും. ശ്രീ ഷാജി രാഘവൻ 1, 2 എന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയും. Debate with Smriti Parittikad.